എന്റെ ബന്ധുക്കളല്ല. ഹലോ, പറഞ്ഞോളൂ പ്രിൻസ്. എന്റെ ബന്ധുക്കളല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത ചേട്ടന്റെ മോളുടെ അമ്മായിച്ചനും അമ്മായിമ്മയും പിന്നെ അവരുടെ അമ്മയും പിന്നെ അവരുടെ അമ്മായിച്ചന്റെ അഞ്ചന്റെ ഭാര്യയും, അവര് 6 പേരാന്ന് പറഞ്ഞത് മൊത്തത്തില്. 6 പേരും ആ വീട്ടിൽ തന്നെയാണോ ഉണ്ടായിരുന്നേ? 6 പേര് വൈകുന്നേരം രാത്രി, അന്നത്തെ ദിവസം രാത്രി അവിടെ വൈകുന്നേരം ആ വീട്ടിലുണ്ടായിരുന്നേ. ആ പ്രദേശം മുഴുവൻ ഉരുളെടുത്ത മേഖലയാണോ? അതെ, മൊത്തം പോയ, അവരുടെ വീടൊക്കെ കംപ്ലീറ്റ് ഒലിച്ചു പോയ മേഖലയാണ്. ഓക്കെ. അപ്പം നിലവിൽ ഈ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ നോക്കിയിട്ടും ആരെയും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഇല്ല, ക്യാമ്പുകളൊന്നും അവിടെ നോക്കിയിട്ടൊന്നും അവിടെ നിന്ന് കണ്ടില്ല. പിന്നെ ഇപ്പൊ ഇന്ന് നേരം വെളുത്തപ്പോ കുറച്ച് ആൾക്കാർ നിലമ്പൂര് ഭാഗത്തേക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് അന്വേഷണത്തിന് പോയിട്ടുണ്ട്. ശരി, അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയുമോ? കാണാതായ ആളുടെ പേര്? രാജെന്ന് പറഞ്ഞ ആളും ബബിത എന്ന് പറഞ്ഞ അവരുടെ അമ്മയുടെ പേര്. ശരി, രാജനും ബബിതയും. തീർച്ചയായും രാജനും ബബിതയും ചൂരൽമല കേട്ടോ. ശരി, തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധികളും നിലമ്പൂർ ആശുപത്രിയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഈ പേര് കൂടി ഞങ്ങൾ കൈമാറാം. നമുക്ക് എന്തായാലും അവർ ആശുപത്രിയിലുണ്ടോ എന്ന കാര്യം ഒന്ന് തപ്പിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം അധികൃതർക്കും ഈ മിസ്സിംഗ് ലിസ്റ്റ് കൂടി ഞങ്ങളൊന്ന് കൈമാറാം. തീർച്ചയായിട്ടും എന്തായാലും സംസാരിച്ചതിന് നന്ദി. അതറിയില്ല, കുറച്ച് ഒരു 10-15 കുടുംബം ഉണ്ടായിരുന്നു അവിടെ. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മഴയല്ലാതെ? അല്ല, വല്ല പ്രശ്നമൊന്നും ഇല്ലാത്ത പ്രശ്നമൊന്നും. നിങ്ങളെങ്ങനെ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്? ഞങ്ങൾ അട്ടമലയാണ് അവിടെ ജോലിയുള്ള താമസിക്കുന്നത്. താമസിക്കുന്നത് പാടിയില്. അവിടെ വലിയ പ്രശ്നമൊന്നും ഇപ്പൊ ഇല്ല. ഞങ്ങൾക്ക് അടക്കാൻ വഴിയില്ല. വഴിയെല്ലാം പോയല്ലേ? വഴിയില്ല. നേരത്തെ ഇങ്ങനെ മഴ ഇതുവരെ കണ്ടിട്ടുണ്ടോ? മഴയും ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഇതിനു മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കടുത്തമായി നല്ല മഴ പെയ്തു. അവിടെയെല്ലാം പേടില്ല, കുഴപ്പമൊന്നുമില്ല. അരുൺ സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഈ അഭയാർത്ഥികളായി എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങേണ്ടി വരുന്ന ചിലരെയാണ് നമ്മൾ കാണുന്നത്. 2 തരത്തിലുള്ള ആളുകളുണ്ട്. നേരത്തെ അവർ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ഉരുൾപൊട്ടൽ അങ്ങനെ അവിടെയല്ല, ഇത് ഉരുൾപൊട്ടുണ്ടായ സമയത്ത് അട്ടമലയിൽ എങ്ങനെ? അട്ടമല ഞങ്ങൾ രാത്രി വന്നിരുന്നു. രാത്രി 2 മണി ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബോഡി എടുക്കാൻ നേരത്തെ ഒരു പൊട്ട് കേട്ട് വെള്ളമില്ല, ഇങ്ങനെ ഒന്നായിട്ട് ഒരു തിരമാല വരുമ്പോലെ വന്ന സമയത്ത് എല്ലാവരും ഓടി. ആ ബോഡി എടുക്കാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ഇവരെ കൂടി 5:30 മണിക്ക് വന്നിട്ടാണ് ഒരു ബോഡി എത്തി. പിന്നെ രാവിലെ അങ്ങനെ ഒരു 7 മണിക്ക് രണ്ടാമത്തെ പൊട്ടലായിരുന്നു. ആദ്യ പൊട്ടലിന്റെ 2ാമത്തെ പൊട്ടലേ ഉണ്ടായത്. പിന്നെ 3ാമത് പൊട്ടി 1:45. 3ാമത്തെ പൊട്ട മൊത്തം നേർന്നു പോയി. അത് പിന്നെ ഞങ്ങൾക്ക് 5 ബോഡി ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഈ 13 വാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ 5 ബോഡി കിട്ടിയിരുന്നു. മൊത്തത്തിൽ തന്നെ പ്രശ്നം തന്നെയാണ്. ഞാൻ അട്ടമലൊക്കെ സേഫാണ്, അവിടെ പ്രശ്നങ്ങളൊന്നും അവിടെ മാത്രമേ ഉള്ളൂ സേഫായില്ല. ബന്ധമല്ലാതെ പാലം പൊട്ടിയോണ്ട് അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു ബന്ധങ്ങളില്ല. പിന്നെ കറണ്ടില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ക്യാമ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവരൊക്കെ ഞങ്ങളെ ആൾക്കാർ തന്നെയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മള് അട്ടമല എസ്റ്റേറ്റിൽ തൊഴിലിന് വരുന്ന ആൾക്കാരാണ്. അട്ടമലിന് വന്നുകൂടിയ ആൾക്കാർ, പിന്നെ മുണ്ടക്കയിൽ നിന്ന് വന്നവര്, പിന്നെ അങ്ങനെ കുറച്ച്. എത്ര ദൂരമുണ്ട് ശരിക്കും അട്ടമലയും? 1.5 കിലോമീറ്റർ. 2 കിലോമീറ്റർ. അട്ടമല മുണ്ടക്കായി ആയിട്ട് 2.5 കിലോമീറ്റർ. ചാലിയാറിന്റെ തുടക്കം ഈ മുണ്ടക്കയിൽ നിന്ന് 2 പുഴ ഒഴുകുന്നുണ്ട്. ഒന്ന് പിന്നെ അപ്പുറം ഒരു 16 പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അവിടെ ഒരു അതാണ് സാഹചര്യം അവർ വിവരിക്കുന്നത് പോലെ. എന്തായാലും ഈ അട്ടമല ഭാഗം ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇതിന് താഴ്ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറേയധികം ആളുകൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എസ്റ്റേറ്റുകളിലും മറ്റും സുരക്ഷിതമായ അവിടുത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സുകളിലും മറ്റും അവർക്ക് ഇടമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം അവർ തിരിച്ചിറങ്ങി വരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ആ ഭീതിതമായ സാഹചര്യം എങ്ങനെ ഞങ്ങൾ നേരിട്ടു എന്നതുകൂടിയാണ് അവർ വിവരിക്കുന്ന ഒരു കാര്യം കൂടി. മരണസംഖ്യ 161 എന്ന ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂടി നമുക്ക് മുന്നിലുണ്ട്. CB അനുമോദുണ്ട്. അനുമോദ് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നത് ആ വീടിൻ്റെ കോൺക്രീറ്റ്, ആ മേൽക്കൂര മാറ്റുന്നതാണ്. യന്ത്രസഹായമില്ലാതെ മാനുഷിക സാധ്യത ഉപയോഗിച്ചുകൊണ്ട്, വലിയ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴും അവിടെ ആ പ്രവൃത്തി തുടരുകയാണ്. നമുക്ക് ആ വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതിന് സ്ഥിരീകരണമായിട്ടുണ്ടോ അനുമോദ്?
സജിത്ത് 5 പേര് ഈ വീടിനടിയിലുണ്ട്, ഈ ഒരു കോൺക്രീറ്റ് അടിയിലുണ്ട്. കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥനായ സഹദേവൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരൻ്റെ ഭാര്യയും അടക്കം 5 പേർ ഈ വീടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ അത്രയും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഏത് വിധേനയും ഇവിടെ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത്. വലിയ അധ്വാനമാണ്. യന്ത്രസഹായം ഇല്ലാതെ കൈക്കരുത്തുകൊണ്ട് ചുറ്റിക കൊണ്ട് മാത്രം ഈ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ച് നേരത്തെ അതിന് മുകളിലുണ്ടായിരുന്ന ഷീറ്റ് വടം കെട്ടി വലിച്ചു മാറ്റി ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഏകദേശം പൂർണ്ണമായും 3/4 ഭാഗത്തോളം പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നീക്കി ഇതിനടിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് അവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മണിക്കൂറുകളായി ഇന്ന് രാവിലെ 8 മണി മുതൽ അവർ ഈ ഒരു പരിശ്രമം തുടങ്ങിയതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ ഈ ഒരു വീടിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ തന്നെ, ഈ സഹദേവൻ തന്നെ, തൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇതിനിടയിലുണ്ട് എന്ന് വ്യക്തമാക്കിയതോടെ ഇനി വലിയ തോതിലുള്ള ആദ്യത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ഇവിടെയാണ് നടക്കുന്നത്. വലിയ അധ്വാനമാണ്. കോൺക്രീറ്റ് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് വടം കൊണ്ട് വലിച്ചു നീക്കി അത് ഉയർത്തി അതിന് താഴെയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇത്തരം സാഹചര്യം അറിയാം. JCB അല്ലെങ്കിൽ വലിയ ഹിറ്റാച്ചിയൊക്കെ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് പൊളിക്കലും വലിച്ചു നീക്കലും ഒക്കെ സാധ്യമാകുമായിരുന്നു. പക്ഷേ അവിടെ വേലിപ്പാലം നിർമ്മിച്ച് തീർന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾക്കൊക്കെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുവരേക്കും ഇത്തരത്തിലുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും കഠിനാധ്വാനവും ഒക്കെ തന്നെ ഇവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് സംവിധാനങ്ങൾ എത്തിക്കാനും സമയമേറെ എടുക്കുന്നുണ്ട്. നേരത്തെ വെള്ളം പോലും ഒരുപാട് തവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതാരുടെയും പിഴവായിട്ടായിരിക്കില്ല. ഒരുപക്ഷെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുമ്പോൾ ചില കാലതാമസങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈ ഒരു വിപത്തിനെ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ നേരം വൈകലുകളും പിഴവുകളുമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഇവിടെ ആരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ് എന്ന വലിയൊരു സന്ദേശം നൽകുന്ന പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. ഒരു 10-20 പേർ ഒരു സമയം വടം വലിച്ചു നീക്കുന്നു. 10 പേർ മറുവശത്തുനിന്ന് കോൺക്രീറ്റ് കെട്ടിടം ഉയർത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആരെയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി അവർക്ക് ശേഷിക്കുന്നത്. അത് അവർക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു അന്ത്യാഞ്ജലി അർപ്പിച്ച് അവരെ അത്രയും ആശ്വാസം പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇനി ഒരുക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ NDRFന്റെ കൂടുതൽ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നിഫർ ഡോഗിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പരന്ന് കിടക്കുകയാണ് ഈ ഒരു മേഖല ഒന്നാകെ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം ഒന്നും പറയാൻ കഴിയില്ല. ഒരേ സമയം പല സംഘങ്ങൾ പലയിടത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ഒരുപാട് ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും. അത്രമാത്രം സാഹചര്യങ്ങൾ മോശമായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു മേഖലയിൽ വെള്ളം, അതായത് നേരത്തെ ഇതൊക്കെ ജനവാസ മേഖലയായിരുന്നു. ഈ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഇവിടെ ഒരു ചാല് തന്നെ ഉണ്ടായി. അതിലൂടെ ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചവിട്ടി നിൽക്കാൻ പോലും കഴിയാത്ത നിലത്തു നിന്നാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ വടം വലിച്ച് കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊക്കുന്നതും മറ്റും ചെയ്യുന്നത്. അത്രമാത്രം ശാരീരികാധ്വാനം ഉള്ള സാഹചര്യം. ജീവൻ പണയപ്പെടുത്തി തന്നെ അവർ ഇത് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും.